ഇന്ന് മെയ് 3 ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമാണ്. ഇന്നിപ്പോൾ ആ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞെന്നാൽ ഇപ്പോൾ വളരെയേറെ ക്രൂശിക്കപ്പെടുന്ന ഒരു ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാധ്യമ പ്രവർത്തകരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെയാണ് ഒരു ഈ ഇതൊക്കെ നമ്മൾക്ക് തരുന്നത്, വാർത്തകളൊക്കെ തരുന്നത്. പക്ഷെ അത് നമ്മൾ ഇന്നത്തെ ജനങ്ങൾ അവരെ മാപ്ര എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു ആ തൊഴിലിനൊരു മോശമായിട്ട് വന്ന പോലെ. ഇപ്പം ഇന്ന് ചില തമാശയിലും കൂടിയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ, അവൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ പേരും മാപ്രയാണ് സാറേ, അതുകൊണ്ടാണ് അവൻ പറയാത്തതെന്ന്. അത്രക്ക്. പക്ഷെ അതൊരു ജനാധിപത്യ രാജ്യത്തിൽ അതൊരു ഭൂഷണമല്ല കേട്ടോ. കാരണം നമ്മൾ മാധ്യമപ്രവർത്തകർ ഇപ്പോൾ കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകർ 120 ആണെന്നാണ് പറയണത്. നമ്മുടെ മാതൃഭൂമി പത്രത്തിലുള്ളതാണ്. പിന്നെ ഗാസയിൽ ആരംഭിച്ച ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പൊലിഞ്ഞത് 97 മാധ്യമ പ്രവർത്തകരുടെ ജീവനാണ്. എന്താ അപ്പോൾ ആ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ ചെന്നിട്ട് അവരെയൊക്കെ അവരുടെ ജീവനൊക്കെ പണയം വെച്ചും കൊണ്ട്, ജീവൻ ത്യജിച്ചും കൊണ്ടാണ് അവർ ഈ തൊഴിൽ ചെയ്യണത്. പക്ഷേ അവരെ മാപ്ര എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ച് ആ രംഗത്തേക്ക് ഇനിയുള്ള ചെറുപ്പക്കാരൊക്കെ ഒന്നും വരൂല എന്നുള്ളൊരു സ്ഥിതിയെ വന്നു കഴിഞ്ഞാൽ അത് ജനാധിപത്യത്തിനൊക്കെ ഭയങ്കര ഒരു കളങ്കമായിട്ടുള്ളതാണ്. മാധ്യമപ്രവർത്തകർ ഇത് മാധ്യമപ്രവർത്തകർ മാത്രം അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നമല്ല കേട്ടോ. എല്ലാവരും, എല്ലാ നല്ല കലാകാരന്മാരുൾപ്പെടെ ഇപ്പം ബുദ്ധിജീവികൾ ഇപ്പം എന്തെങ്കിലും പ്രശ്നം വന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇതിൽ ഉണ്ടായിരുന്നതാണ് നമ്മുടെ സുനിൽ പി ഇളയിടം എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്മൾ ആ പ്രസംഗമൊക്കെ കേട്ട് കഴിഞ്ഞെന്നാൽ നമ്മൾ അത് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണല്ലേ. പക്ഷേ അത് ഇങ്ങനെ എല്ലാത്തിലും എല്ലാം പ്രതികരിക്കണമെന്നില്ലല്ലോ. അപ്പം എന്തോ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പം അതിനെന്താണ് പ്രതികരിക്കാത്തത് എന്നും പറഞ്ഞും കൊണ്ടും കുറേ ആളുകൾ ഇങ്ങനെ എന്നിട്ട് അതിന് സമ്മാനം ഏർപ്പെടുത്തി 10,000 രൂപ തരാം എന്നും പറഞ്ഞേ കൊണ്ടും എന്താണ് എന്നിട്ട് എന്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബുദ്ധിജീവികൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ സമൂഹത്തിന് അവർ വളരെ പുരോഗമനപരമായിട്ട് അവർ വേണ്ട, അവരെന്തെങ്കിലും അവരെങ്ങനെയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിഹീനരാണത്. വെറും സീറോ ആയിട്ടുള്ള ആളുകളാണ് ഈ ഹീറോകളെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപമാനിക്കണത്. അപ്പം അത് എനിക്ക് തോന്നണതേ ഈ പണ്ടിങ്ങനെ ഇതേപോലെ ഈ ബാലയും നാടകമൊക്കെ ഇങ്ങനെ അങ്ങോട്ട് കളിക്കും. അപ്പോൾ അതിൻ്റെ മുന്നിലിരുന്നുകൊണ്ട് ഞാനും ഇതേപോലെ ഇരുന്നിട്ട് എന്തെല്ലാം കോപ്രായമൊക്കെ കാണിക്കും. ഒന്നില്ലെങ്കിൽ ഒരു ഏമ്പക്കം വിടും, അല്ലെങ്കിൽ ചിരിക്കും. അങ്ങനെയൊക്കെ വിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും നല്ല പരിപാടിയൊക്കെ അവരെന്തോരം കഷ്ടപ്പെട്ടാണ് അത് ചെയ്യണത് ഇല്ലേ, നല്ലതുമായിരിക്കും. പക്ഷേ എൻ്റെ ആ ചെറുപ്പകാലത്തുള്ള ഒരു ബുദ്ധിമോശവും പിന്നെ കഴിവില്ലായ്മയും നമ്മ ഒന്നും അല്ല എന്നുള്ള ഒരു ബോധം കൊണ്ടായിരിക്കും ആ കൂകണൊക്കെ. പക്ഷേ അന്നും ഞാൻ ഹീറോ ഇല്ലേ, ഹീറോ ആക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കണം. ഒന്നുമല്ലാത്തവരാണെന്നേ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോ ചെയ്തേ അങ്ങേറ്റം പ്രധാനമന്ത്രിയെ വിമർശിച്ച്, സുപ്രീം കോടതിയെ വിമർശിച്ച് എന്ന് വേണ്ട സകല ആളുകളെയും വിമർശിച്ച ഒരു വ്യക്തിയാണ്. എന്നുവെച്ചാൽ അവരുടെ ചിലപ്പോൾ ജോലിയും പോകും, ജീവനും അപകടം, അത്രയും നട്ടലോട് കൂടി വിവരിച്ച ഒരു വ്യക്തി. ആ വ്യക്തി ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിച്ചില്ലെന്ന് വെച്ചു. എല്ലാത്തിലും പ്രതികരിക്കാൻ പറ്റില്ല. കാരണം എല്ലാവരും കൂടി ഇപ്പോൾ ഒരാളെ ആക്രമിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാറി വയ്ക്കും. ഇപ്പോൾ സത്യഭാമ, നമ്മുടെ ഭരതനാട്യ സത്യഭാമയുടെ എല്ലാവരും കൂടി ആക്രമിച്ചപ്പോൾ ഞാൻ മാറിയിരുന്നു. കാരണം അത് അവരോട് ഇതെന്നല്ല, എല്ലാവരും കൂടി ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് വരും. കാരണം അവർ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കിട്ടണമുണ്ട്. പിന്നെ നമ്മളും കൂടി ഇട്ട് ചവിട്ടണ്ടല്ലോ. പിന്നെ അതിൽ തന്നെ ചില ശരികളും ഉണ്ടാവും. അപ്പം നമ്മൾ ആ ശരികൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് ശരി മാത്രം 90% തെറ്റും പറഞ്ഞുകൊണ്ടൊരു ശരിയിൽ നമ്മൾ അത് പറയണതിൽ കാര്യവുമില്ല. അപ്പം നമ്മൾ അവരുടെ പക്ഷത്തിലേക്കായിട്ട് പറയും. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലും പലരും മൗനം വരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇപ്പോൾ നമ്മളുടെ രാഷ്ട്രീയത്തിലാണ് നമ്മുടെ ഒരാളോട് ആക്രമിക്കപ്പെടുന്നത്, നമ്മൾ ചിലപ്പോൾ മൗനം വരിക്കും. കാരണം 98% കൊള്ളൂലാത്ത ഒരു
സാധനത്തിന് എതിരെയാണ് നമ്മൾ പ്രതികരിക്കണത്. അപ്പം അത് നമ്മുടെ ഇതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കുറച്ച് ഉണ്ടാവും. ചിലപ്പോൾ ആ ബേസിലും നമ്മൾ പ്രതികരിച്ചില്ല. അതിനാണ് ഇവന്മാർ പറയണത് എന്താ പ്രതികരിക്കാത്തത്. നട്ടല്ലില്ലേ വാഴപ്പിണ്ടിയാണെന്ന് ഈ സീറോട് ചോദിക്കണ. ഈ പ്രധാനമന്ത്രി സുപ്രീം കോടതി എല്ലാവരെയും വിമർശിച്ച് അവരെ ജീവൻ വരെ പടയപ്പെടുത്തിക്കൊണ്ട് നടക്കണവരോടാണ് ഈ സീറോ ചോദിക്കണ നട്ടല്ലില്ലേ എന്ന്. അങ്ങനത്തെ ഒരു മാധ്യമം. അപ്പം ഈ രംഗത്തെ അപ്പം അത് ഞാൻ പറഞ്ഞത് അത് ശരിയല്ല. നമ്മൾ അങ്ങനെ മാധ്യമ മാപ്രകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് അവരെന്തോരം കഷ്ടപ്പെട്ടു. എത്ര പേരാണ് അതിൽ കൊല്ലപ്പെട്ടേക്കാണ് ഇന്ന് പത്രസ്വാതന്ത്ര്യത്തിൻ്റെ. അപ്പോൾ ആ പത്രപ്രവർത്തകർക്ക് മാധ്യമപ്രവർത്തകർക്ക് എതിരെ ഉള്ള അക്രമങ്ങളെ തടയുക എന്നുള്ളത് ഒരു ഇതോടുകൂടിയാണ് ലോകത്ത് ഉള്ള എല്ലാവരും കൂടിയുള്ള ഒരു ഇതാണ്. നമ്മൾ ഇങ്ങനെ മാധ്യമപ്രവർത്തകരെ അങ്ങനെ അതുപോലെ ഇപ്പോൾ ഒരു കഴിഞ്ഞ സമയം മാധ്യമപ്രവർത്തകർ അപ്പം പത്ര റിപ്പോർട്ടറൊക്കെ എങ്ങനെ വരും. അപ്പം അവിടം വരെയൊക്കെ എത്തി അങ്ങനെ പത്ര റിപ്പോർട്ടർ എന്തോരം പറഞ്ഞു. അപ്പം അതിന് ഷോർട്ട് ഫോം എടുത്തിട്ട് അവർ എന്നുള്ള ഇത്. അപ്പോൾ ഇനിയുള്ള തലമുറ രംഗത്തേക്ക് വരാനൊക്കെ മടിക്കും. അപ്പം അത് അങ്ങനെയുള്ള ഒരു ഇതൊക്കെ വരാണ്ടിരിക്കാട്ടെ. അപ്പം ഇന്ന് അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം അത് പറഞ്ഞത് ഇന്ന്. അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകളായിരുന്നു. ഓക്കെ.